Hi everyone, welcome to Ammu's Kitchen. നമുക്കിന്ന് ഓട്സ് കൊണ്ട് ഒരു ചപ്പാത്തി ഉണ്ടാക്കി നോക്കാട്ടോ. അതിനായിട്ട് ഞാൻ 2 കപ്പ് ഓട്സ് പൊടിച്ചത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം 1 കപ്പ് ആട്ട, 1/2 കപ്പ് പാല്, അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും എടുത്തു വെച്ചിട്ടുണ്ട്. വെള്ളം നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് സ്വല്പം ഉപ്പ് വേണം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ 2 കപ്പ് പൊടിച്ച ഓട്സിലേക്ക് 1 കപ്പ് ആട്ട എടുത്തു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇളക്കാം. ഞാനിതൊരു ഫോർക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. നമുക്കൊരു സ്പൂണോ ഫോർക്കോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം, ഒന്ന് സീവ് ചെയ്തെടുക്കണം. അപ്പം നമുക്കങ്ങനെ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ വേറെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഈ ഓട്സും ആട്ടയും കൂടിയുള്ള ഈ മിശ്രിതം ഇട്ട് അരിച്ചെടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആട്ടയും ഓട്സും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവാനും അതുപോലെ തന്നെ ഇതിനകത്തുള്ള കട്ടകളൊക്കെ മാറ്റാനും വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. ഞാനിതിവിടെ അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിനകത്തേക്ക് നമുക്കിനി പാല് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചാറിയ പാലാണ്, പക്ഷെ ഈ പാലിന് ഒരു ചെറിയ ചൂടുണ്ട്. ഒത്തിരി തണുത്തിട്ടുള്ള ചെറു ചൂടുള്ള പാല് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് ഇളക്കാം. ഇനി നമുക്കിതൊന്ന് കൈവച്ച് നന്നായിട്ട് കുഴച്ച് യോജിപ്പിക്കാം. അപ്പം നന്നായിട്ട് നമുക്കിനി ഇത് കൈ വെച്ച് ഇതുപോലെ യോജിപ്പിച്ച് എടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് സാധാരണ ചപ്പാത്തിക്ക് ഒഴിക്കുന്ന പോലെ, വെള്ളത്തിനാണേലും ചെറിയൊരു ചൂടേ ഉള്ള ചെറു ചൂടുവെള്ളം, തണുത്ത വെള്ളം എടുക്കരുത്, ചെറു ചൂടോടുകൂടി വെള്ളം. ഇനി ഞാനിതൊന്ന് കുഴച്ച് യോജിപ്പിക്കട്ടെ. ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് സ്വല്പം എണ്ണ തടവിയിട്ട് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, ഇനി നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതൊന്ന് ഞാനൊരു ക്ലിംഗ് ഫിലിം വെച്ച് ഇതൊന്ന് മൂടി വെക്കുകയാണേ. അപ്പം നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതെടുത്ത് നോക്കാം. ഇതിപ്പം നമ്മുടെ ഓട്സ് ചപ്പാത്തിയുടെ മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പം നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബൗൾസ് ആക്കി എടുക്കാം. ഇത് കണ്ടോ, നമുക്ക് ഇതുപോലെ ഓരോ ബൗൾസ് ആക്കി എടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇനി നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുന്ന പോലെ വല്ലതും തോന്നുവാണെങ്കിൽ നമുക്ക് പൊടിയിട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പൊടിയിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കിതുപോലെ പരത്തി എടുക്കാം. ഇത് കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഈ ചപ്പാത്തി ഷേപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു പാത്രത്തിന്റെ മൂടിയോ വല്ലതും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പം ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അടപ്പ് വെച്ച് ഷേപ്പ് ചെയ്തെടുത്താണ്. എൻ്റെ വേറെ പാത്രമൊന്നുമില്ല ഷേപ്പ് ചെയ്യാൻ, ഞാനത് വെച്ച് ചെയ്താണ് കേട്ടോ.
കണ്ടോ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണേ. വെരി ഹെൽത്തിയാണ്, നല്ല സോഫ്റ്റുമാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്